നമസ്കാരം. വില്ലേജ് ഇൻവെസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് മ്യൂച്വൽ ഫണ്ട്, എത്ര ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഒന്നിച്ച് പഠിക്കാൻ പോകുന്നത്. എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ബാംഗ്ലൂർ യാത്ര ചെയ്യണ വെച്ചോളൂ. നമുക്ക് ഡ്രൈവിംഗ് അറിയാം, നന്നായി വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബാംഗ്ലൂർക്ക് ഡ്രൈവ് ചെയ്തിട്ട് പോകും. എവിടെയൊക്കെ ടോളുണ്ട്, എവിടെയെല്ലാം ഹമ്പുണ്ട്, എവിടെ എവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ച് നമ്മൾ തന്നെ വണ്ടി ഓടിച്ച് പോയി ബാംഗ്ലൂർ അവിടെ എത്തും. പക്ഷെ അതേസമയം നമുക്ക് പക്കായിട്ട് ഡ്രൈവിംഗ് ഓട്ടാൻ അറിയില്ല, നന്നായിട്ട് ഓട്ടാൻ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നിലും ഒരു ഡ്രൈവറെ ഹയർ ചെയ്യും, അല്ലെങ്കിൽ ഒരു ട്രാവൽ ഏജൻസിയെ കൊണ്ട് പറഞ്ഞ് നമുക്കൊരു വണ്ടി അറേഞ്ച് ചെയ്ത് നമ്മൾ ബാംഗ്ലൂർ പോകും. ആ പോകുന്ന വഴികളെക്കുറിച്ചുള്ള ധാരണ, എവിടെയെല്ലാം ടോളുണ്ട് എന്നെല്ലാ കാര്യങ്ങളെല്ലാം, വണ്ടിയുടെ കണ്ടീഷൻ, മറ്റുള്ള കാര്യങ്ങളെല്ലാം എല്ലാം ചെക്ക് ചെയ്യണത്, എല്ലാം നോക്കുന്നത് ആ ഡ്രൈവറാണ്. ആ ഡ്രൈവർ നമ്മളെ ഭദ്രമായിട്ട് ബാംഗ്ലൂർ കൊണ്ടുവിടും. നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ മിണ്ടാണ്ട് കിടന്നാൽ ഭക്ഷണം കഴിക്കണം. നല്ല ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ ഡ്രൈവർ പറയും നമുക്ക് അവിടെ പോയി കഴിക്കാം. ഭക്ഷണം കഴിച്ചു, നമ്മൾ വണ്ടി റെസ്റ്റ് എടുക്കണം, അവിടെ എത്തും. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഡയറക്റ്റായി നമ്മൾ ഷെയർ മാർക്കറ്റിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യണതും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മൾ നേരിട്ട് ഡ്രൈവ് ചെയ്യുന്നത് പോലെയാണ്, നേരിട്ട് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതേ സമയത്തിൽ നമ്മൾ ഒരു ട്രാവൽ ഏജൻസിനെയോ ഒരു ഡ്രൈവറോ ഹയർ ചെയ്യുന്ന പോലെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നമ്മൾ ഡ്രൈവർ ഹയർ ചെയ്ത് പോകുമ്പോൾ മൂപ്പർക്ക് നമ്മൾ സാലറിയോ അല്ലെങ്കിൽ കമ്മീഷൻ കൊടുക്കും, മൂപ്പർക്ക് അലവൻസ് കൊടുക്കും. ഇതാണ് മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചോളം. മ്യൂച്വൽ ഫണ്ട്, നമ്മൾ ഈ ഡ്രൈവറിൻ്റെ സ്ഥാനത്ത് മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ആ ഫണ്ട് മാനേജറാണ് എവിടെയെല്ലാം നമ്മുടെ ഫണ്ട് എവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന് നമ്മൾ ഒരു സാലറി പോലെ കൊടുക്കുന്നതാണ് മ്യൂച്വൽ ഫണ്ട് ടേമിൽ എക്സ്പെൻസ് റേഷ്യോ എന്നാണ് പറയുന്നത്. നമ്മൾ അവർക്ക് വേണ്ടി അവർ ചെയ്യുന്ന സേവനത്തിന് നമ്മൾ കൊടുക്കുന്ന സാലറി ആയി അല്ലെങ്കിൽ കമ്മീഷനായിട്ട് കൊടുക്കുന്നതാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി സാധാരണഗതിയിൽ 1 to 3% ആയിരിക്കും മ്യൂച്വൽ ഫണ്ടുകളുടെ എക്സ്പെൻസ് റേഷ്യോ. നമ്മളെക്കൊണ്ട് ഈ കളക്ട് ചെയ്യുന്ന, അതായത് നമ്മളെപ്പോലെ സാധാരണക്കാരെ കൊണ്ടും എല്ലാം കളക്ട് ചെയ്യുന്ന ഈ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് മാനേജർ എവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ച് അതാത് സെക്ടറിൽ, അത് പല ടൈപ്പ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അവർ ഡിസൈഡ് ചെയ്ത് ആ ഓരോ മ്യൂച്വൽ ഫണ്ട് ഓരോ സ്കീമുണ്ടാവും. അപ്പോൾ ആ സ്കീം ബേസ് ചെയ്തിട്ടാണ് ഓരോ മ്യൂച്വൽ ഫണ്ടുകൾ വരിക. ആ മ്യൂച്വൽ ഫണ്ടിൽ എന്താണ് പോളിസി, സ്കീം പറഞ്ഞിരിക്കുക, അത് ബേസ് ചെയ്തിട്ട് ആ ഫണ്ട് മാനേജർ മ്യൂച്വൽ ഫണ്ടിൽ വിവിധ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഈ എത്ര ടൈപ്പ് ഈ മ്യൂച്വൽ ഫണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് മ്യൂച്വൽ ഫണ്ടുകളിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഡെവലപ്മെൻറ്റിനും റെഗുലേഷനും ചെയ്യുന്നത് സെബിയാണ്. അപ്പോൾ സെബി ഈ ഇന്ത്യയിൽ മൊത്തം 45ഓളം AMC അഥവാ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട് ഇന്ത്യയിൽ. അതിൽ 2500ഓളം സ്കീമുകൾ, പല ടൈപ്പ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. നമ്മളെല്ലാം ഇത് ഇത്രത്തോളം മ്യൂച്വൽ ഫണ്ട് സ്കീമും ഇത്രത്തോളം AMC ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷനാണ്, എങ്ങനെ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതിൽ തന്നെ സെബി തന്നെ അത് ആൾക്കാർക്കൊരു കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സെബി തന്നെ ഈ മ്യൂച്വൽ ഫണ്ടുകളെ 5 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഈ 5 ടൈപ്പ് മ്യൂച്വൽ ഫണ്ട് ഏതാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേതായിട്ട് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്, രണ്ടാമത്തത് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്, മൂന്നാമത്തത് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്, നാലാമത്ത് സൊല്യൂഷൻ ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട്, അഞ്ചാമത്ത് അതർ ഫണ്ട്. ഇങ്ങനെ മ്യൂച്വൽ ഫണ്ടുകളെ 5ആയി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ ഇക്വിറ്റി ബേസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ. രണ്ടാമത്തെ കാറ്റഗറി പെടുന്ന ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് കഴിഞ്ഞാൽ ഡെറ്റ് കാറ്റഗറൈസിൽ വരുന്ന ഗവൺമെൻറ് ബോണ്ട്, കോർപ്പറേറ്റ് ബോണ്ടുകൾ,
ഡിബഞ്ചേഴ്സ്, ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഈ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി പ്ലസ് അഥവാ ഷെയർ ഡയറക്റ്റ് ഷെയർ മാർക്കറ്റിൽ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിലും കൂടെ മിക്സ് ചെയ്ത് അവരൊരു പർട്ടിക്കുലർ റേഷ്യോ ഉണ്ടാവും. ഓരോ ഫണ്ടുകൾക്കും ഓരോ റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ ബേസ് ചെയ്തിട്ട് ഇക്വിറ്റിയിലും ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു പ്രൊപ്പോർഷൻ്റെ റേഷ്യോ ബേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് സൊല്യൂഷൻ ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട്. ഈ സൊല്യൂഷൻ ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ, മീൻസ് ഇപ്പോൾ റിട്ടയർമെൻറ്റ്, ഇപ്പോൾ ഒരാൾ റിട്ടയർമെൻറ്റ് ചെയ്യണമെന്നുണ്ട്, അപ്പോൾ ആ റിട്ടയർമെൻറ്റ് പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. റിട്ടയർമെൻറ്റ് പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതേമാതിരി ചൈൽഡ് എഡ്യൂക്കേഷൻ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ പ്ലാനുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് സൊല്യൂഷൻ ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇത് കൂടാതെ അതർ കാറ്റഗറിയിൽ വരുന്നത് ഇൻഡെക്സ് ഫണ്ടുകൾ. ഇൻഡെക്സ് ഫണ്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിഫ്റ്റിയിലെ 50 ഷെയറുകളിൽ, നിഫ്റ്റി 50യിൽ ആവറേജ് ആയിട്ടുള്ള ഈ 50 ഷെയറുകളാണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് അതറിൽ വരുന്ന ഇൻഡെക്സ് ഫണ്ടുകൾ. നിഫ്റ്റി 50യിലായിരിക്കും, അല്ലെങ്കിൽ സെൻസസിൽ BSE സെൻസസിൽ 30 ഷെയറുകൾ, ഈ 30 ഷെയറിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. ഈ 2 ടൈപ്പാണ് അതർ കാറ്റഗറിയിൽ വരുന്നത്. ഇതുകൂടാതെ തന്നെ 2500ഓളം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോളിസി മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും പോളിസികളും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഈ 5 കാറ്റഗറിയിലാണ് ഇതെല്ലാം സ്കീമുകളും വരുന്നത്. ഇനി പല ടൈപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ഇനി വരും വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ്.